ലാവണ്യ മിസ് ആണ്. അപ്പോൾ ദാ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബേസിക് സയൻസിന്റെ പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത് കേട്ടോ. പക്കാ പ്രഡിക്ഷൻ. അതായത് നിങ്ങൾക്ക് നാളത്തെ എക്സാം പേപ്പറിൽ കാണാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ആണ് മിസ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് ഇത് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം മാനുവൽ എക്സാമിന് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് 7, 8, 9, 10 അല്ലേ? 7, 8, 9, 10 ഈ 4 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. പിന്നീടാണ് ഫസ്റ്റ് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 7th ചാപ്റ്ററിൽ നമുക്ക് തുടങ്ങാം. 7th ചാപ്റ്റർ ഓൾറെഡി ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണ്, ബട്ട് ചെറിയൊരു പോർഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് എന്തായാലും പഠിക്കണം. ഓക്കെ, നോക്കിക്കോ. ഹ്യൂമൻ ബോഡി എ വണ്ടർ സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ. ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ളത് മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യം, വിസർജനം, നാഡിക ഏകോപനം. ഫസ്റ്റ് എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം, ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കാനുള്ളത് ഹ്യൂമൻ ബ്ലഡിനെ പറ്റിയാണ്. അതിൽ ഹീമോഗ്ലോബിൻ്റെയും ഹ്യൂമൻ ബ്ലഡിൻ്റെയും ഫംഗ്ഷൻ പഠിക്കണം. രണ്ടും സെയിം ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദെൻ നമുക്കറിയാം മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ് അല്ലേ? അതായത് നമ്മളെ കമ്പോണൻസ് ബ്ലഡിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, WBC ആൻഡ് RBC. ഒരു കാര്യം പറഞ്ഞോട്ടെ, ക്ലാസ് 8 സൂപ്പർ ബാച്ച് ഇത് അടിപൊളിയായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്നെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, വേഗം തന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഈ ക്ലാസ് 8 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 7 എല്ലാ ക്ലാസ്സുകളും എന്താണ് നിങ്ങൾക്ക് ഫ്രീ ആണ്. അടുത്ത പ്രാവശ്യം നമുക്ക് NMMS എക്സാം ഒക്കെ എഴുതാനുണ്ട്. USS എക്സാമിനെക്കാട്ടും ഒന്നുകൂടി ലെവൽ കൂടിയ എക്സാമാണ് NMMS. അടിപൊളിയായിട്ട് എജുപോർട്ട് അപ്പം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു 3799 ആണ് നിങ്ങൾക്ക് 7th 8th ഒക്കെ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടു ദി പോയിന്റ്. അപ്പോൾ നോക്കിക്കോ, മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ് നമ്മൾ നോക്കിയല്ലേ, നമ്മൾ രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ നമ്മൾ നോക്കി. ഇനിയോ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, WBC, RBC അല്ലേ? ഇനിയോ നമ്മളെ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന ഒരാളാണ് ആർട്ടറി, വീൻസ് ആൻഡ് കാപ്പിലറീസ്. അതായത് ധമനികൾ, ശിലകൾ, ലോമികൾ മാറിപ്പോകും, ഉറപ്പാണ്, പഠിച്ചോളുക. ഇനി നമുക്ക് രക്തത്തിനെ കുറിച്ച് ഒരു പോസ്റ്ററൊക്കെ പഠിക്കാറുണ്ട്. ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹാർട്ട് അല്ലേ? ഹാർട്ട്, അതായത് ഹാർട്ടിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ നമുക്ക് ക്ലെഞ്ചഡ് ഫിസ്റ്റ് അറിയാം, അതായത് ഒരു മുഷ്ടിയോളം വലുപ്പം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് പെരികാർഡിയം. 4 ചാമ്പേഴ്സ് ഉണ്ട്, 4 അറകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഹാർട്ട് ബീറ്റും പൾസും ആണ്. അതായത് ഹാർട്ട് ബീറ്റിൻ്റെയും പൾസിൻ്റെയും നിരക്ക് ഒന്നാണോ എന്ന് ചോദിക്കും. യെസ്, ഡെഫിനറ്റ്ലി എന്താണ് അത്, ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പൾസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ആരാന്നറിയാം, നമ്മൾ റെനെ ലെനക്കാണ്. ആരാണ്? റെനെ ലെനക്കാണ്. ദെൻ നമ്മൾ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം അല്ലേ? ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിസർജന വ്യവസ്ഥ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മെയിനായിട്ട് നമ്മൾ വൃക്കയാണ് അല്ലെങ്കിൽ കിഡ്നിയാണ് മെയിനായിട്ടുള്ളത്. ഫിൽട്രേഷൻ ചെയ്യും. അതുപോലെ ഷേപ്പ് ഒരു ബീൻ ഷേപ്പ്ഡാണ് അല്ലെങ്കിൽ പയർ വിത്തിന്റെ ആകൃതിയാണ്. ഏത് ഷേപ്പാണ്? ബീൻ ഷേപ്പാണ് അല്ലെങ്കിൽ പയർ വിത്തിന്റെ ആകൃതിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം കേട്ടോ. ബീൻ ഷേപ്പ് അല്ലെങ്കിൽ പയർ വിത്തിന്റെ ആകൃതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഈ ഒരു റീനൽ ആർട്ടറി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനിയാണ് രക്തം എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. അതുപോലെ സാൾട്ടൊക്കെ കുറയ്ക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ നിങ്ങൾ ലേബൽ ചെയ്യാനൊന്ന് പഠിക്കണേ, അതായത് അടയാളപ്പെടുത്താൻ വേണ്ടി പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ വൃക്കേനെ നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദെൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പ് അല്ലേ, അതായത് യൂറിൻ പോകുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വിയർക്കുക എന്നുള്ളതും. ദെൻ അടുത്തൊരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന ആളാണ് ലങ്സും അതുപോലെ തന്നെ ലിവറും അല്ലേ. ലങ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത് ആരാണ്? ലങ്സ് ആണ്. ലിവറിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടൊരു പോയിന്റ് ആണ്, ലിവർ ഇസ് എ ലാർജസ്റ്റ് ഗ്ലാൻഡ്, അതായത് വലിയ ഗ്രന്ഥി അല്ലെ, ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് എന്ത്, ലിവർ എന്ന് പറഞ്ഞാൽ. ദെൻ എന്താണ്, ബൈൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹാനികരമായ അമോണിയനെ യൂറിയാക്കി മാറ്റുന്നതും ലിവറാണ്. ഇതൊക്കെ ഒന്ന് പഠിക്കണേ. ദെൻ നെർവസ് സിസ്റ്റം. ഇനി നെക്സ്റ്റ് മിസ് പറയാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ് ഏജ് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്. അത് ബോയ്സിലും ഗേൾസിലും കൗമാരപ്രായത്തിൽ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ച് ആണ് വരിക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. മിസ് വീണ്ടും പറയാണ്, നാളത്തെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അഡോളസൻസ് പീരീഡിൽ അതായത് ബോയ്സിനും ഗേൾസിനും വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ടാബുലേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, അടുത്തതാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും മെൻസസ് ആയ സമയത്ത്, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത്, മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം കോമൺ ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതും എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ചോദിക്കാം. ഇനി നമ്മൾക്ക് ഇപ്പം മെൻസ്ട്രൽ കപ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ, ദെൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് ഈ 7th തന്നെ കണ്ടിന്യൂസ് ആയ ഒരു ചാപ്റ്റർ ആണ് എന്ത് നമ്മളെ ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ക്രിസ്മസ് എക്സാമിൽ ചോദിച്ച കാര്യമാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും നോക്കി വെക്കേണ്ടതുണ്ട്. പല്ലിൻ്റെ ഘടന നിങ്ങൾ നോക്കണം, ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഡയഫ്രം എന്താ നിങ്ങൾ പഠിക്കണം, ഇൻഹലേഷൻ സമയത്തും എക്സ്ഹലേഷൻ സമയത്തും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞാൽ മിസ്സിൻ്റെ ചാപ്റ്റർ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 9th ആണ്, അതായത് ഹേർഡ് നോട്ട് ടു ദി എൻവയോൺമെൻറ്റ്. കോമൺ ആയിട്ടും ജനറൽ ആയിട്ടും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക, എങ്കിലും നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം, ജലമലിനീകരണം, അതുപോലെ വായു മലിനീകരണം. ഈ 3 എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയൊക്കെ മറികടക്കാം എന്നുള്ള സാധനം എന്ത് ചെയ്യും, ചോദിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ, നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഇവിടെ 5 കെമിക്കൽസ് കേട്ടോ, 5 കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്, 5 കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ കെമിക്കൽസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ ആൻഡ് ഡയോക്സൈഡ് അല്ലേ. ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് യൂട്രോഫിക്കേഷൻ അല്ലേ. ഈ ഒരു അവസ്ഥക്കാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുക അല്ലേ. അതായത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ വേസ്റ്റ് നമ്മൾ പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ പുഴയിലെ ചെടികളും അത് നന്നായിട്ട് വളരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുക. അതുപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റെപ്പ് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ഹരിത കർമ്മസേന എന്താണെന്ന് പഠിക്കണം അല്ലേ. ഇനി എന്താണ്, സമീകൃത ആഹാരം പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സേഫ് ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെങ്കിൽ എന്താണ് സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ എന്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചീഞ്ഞ മത്സ്യവും അതുപോലെ തന്നെ നല്ല മത്സ്യവും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലേ. ദെൻ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഉണ്ടായിരുന്നു, അതായത് നമുക്ക് തേനിലുള്ള മായം, മഞ്ഞൾ, ടേമറിക് പൗഡറിലുള്ള മായം, കായത്തിലുള്ള മായം അല്ലെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെളിച്ചെണ്ണയിലുള്ള മായം, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പാസ്ചറൈസേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യും, 70 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 സെക്കൻഡോളം നമ്മൾ എന്ത് ചെയ്യും, അതിനെ തിളപ്പിച്ചിട്ട് ഒറ്റയടിക്ക് 10 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, തണുപ്പിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്, യെസ്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. റെഡിയാണ്, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത അസ്ലം സാറ് പോർഷൻസ് എന്ത് ചെയ്യും, നിങ്ങളെ പെട്ടെന്ന് തന്നെ അസ്ലം സാറ് വന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് പോവാണ്, ബൈ. യെസ് മക്കൾസ്, വെൽക്കം ബാക്ക്. മക്കളെ അസ്ലം സാറാണ്. മക്കളെ അവൻ്റെ മിസ് നിങ്ങൾക്ക് പക്കാ പ്രഡിക്ഷൻസുമായിട്ട് പറഞ്ഞു പോയില്ലേ. അപ്പോൾ ലാസ്റ്റത്തെ ഭാഗത്തു നിന്നാണ് മക്കൾക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരിക. മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. അപ്പോൾ മക്കൾക്ക് മിസ് എല്ലാം സെറ്റാക്കി തന്നു അല്ലേ. മക്കളെ ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ള ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സെറ്റാക്കുക മക്കളെ. അപ്പോൾ ഇനി അസ്ലം സാർ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. മക്കളിന്ന് നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. നാളത്തെ എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഉറപ്പുള്ള സംഗതികളാണ് അസ്ലം സാർ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം 8ാമത്തെ ചാപ്റ്റർ വണ്ടേഴ്സ് ഓഫ് സ്കൈ, ആകാശവിസ്മയങ്ങൾ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ബാക്കി 7ാമത്തെ ചാപ്റ്ററും 9th ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് മിസ് പറഞ്ഞു പോയി. പക്കാ പ്രഡിക്ഷൻസ്, വണ്ടേഴ്സ് ഓഫ് സ്കൈ, ആകാശവിസ്മയം നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഷാഡോ എന്ന് പറയുമ്പോൾ നീയലിൻ്റെ മക്കൾ നോക്കി വെക്കണം. ഗോളാകൃതി, അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് വരാം, ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ മക്കളെ ഉറപ്പിച്ചു വെച്ചോ, ഇമ്പോർട്ടൻറ്റ് സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും എന്ന് പറയുമ്പോൾ എന്താടാ, സൂര്യഗ്രഹണം അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം. ഇത് രണ്ടും എൻ്റെ മക്കൾ പഠിച്ചു പോകണം. ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ എക്സാമിന് ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. വേറെ ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. പിന്നെ മൂൺലൈറ്റ് ഒന്ന് നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാലും ഒന്ന് പഠിച്ചു പോയിക്കോളി മൂൺലൈറ്റ്. പിന്നെ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ് വാക്സിങ്ങും വാനിയും.
അഥവാ വൃദ്ധിയും ക്ഷയവും. വാക്സിങ് എന്താ, വാനിങ് എന്താ, അതന്നെ മക്കൾ പഠിച്ചു പോകണം. അതിൻ്റെ എക്സ്പ്ലനേഷനും ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മക്കൾ മറക്കാതെ ഇത് പഠിച്ചിട്ട് പോകണം. പിന്നെ ഒരു ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിൽ എത്താൻ എത്ര ദിവസം എടുക്കും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക്, അതായത് അമാവാസിയിൽ നിന്നും പൗർണമിയിലെത്താൻ എത്ര ദിവസം എടുക്കാറുണ്ടെന്ന് ചോദിക്കാറുണ്ട്. മക്കൾക്കറിയാം അത് എത്ര ദിവസം മുതലാണ്, ആ ദിവസങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 14 to 15 ദിവസമാണ്. അത് നോക്കി വെച്ച് പോകണം. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ന്യൂ മൂണിൽ നിന്നും മറ്റൊരു ന്യൂ മൂണിലെത്താൻ എത്ര ദിവസം എടുക്കും, 30 ദിവസം. അങ്ങനെ ദിവസങ്ങളെ കണക്കുകളൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത് നിർബന്ധമാണ്. അപ്പോൾ മറക്കണ്ട, ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ വാക്സിങ്ങും വാനിങ്ങും, അതുപോലെ തന്നെ ഈ ഡേറ്റുകളൊന്നും ആലോചിക്കുക. പിന്നെ എൻ്റെ മക്കൾ ഓണം എക്സാമിൽ അന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസുകൾ, ആ ചാപ്റ്റേഴ്സ് മുഴുവനായിട്ട് നോക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും വന്ന ചാപ്റ്റേഴ്സുകളൊക്കെ എന്ത് ചെയ്യണം, നോക്കി പോകണം. ആസിഡിന് ആ ചാപ്റ്ററിനൊക്കെ ഒന്ന് നോക്കി പോകണം. പിന്നെ എൻ്റെ മക്കളെ നമ്മുടെ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ മക്കൾ റീചാർജബിളും നോൺ റീചാർജബിളൊക്കെ നോക്കി പോകണം. അതുപോലെ തന്നെ സിമ്പിൾസ് നോക്കി പോകണം. ഈ നമ്മളെ ഓരോ ചിഹ്നങ്ങളില്ലേടാ, LED-ൻ്റെ സിമ്പിൾ, ബാറ്ററിൻ്റെ സിമ്പിൾ, സെല്ലിൻ്റെ സിമ്പിൾ, അതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നോക്കി പോകണം. അപ്പോൾ സെറ്റാക്കുക മക്കളെ, സെറ്റാക്കുക. പിന്നെ മറക്കണ്ട, മിസ് നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത് അമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. April 6-നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8ാം ക്ലാസ് നിങ്ങൾ സെറ്റാക്കണം. അപ്പോൾ മക്കളെ പക്കാ പ്രഡിക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മക്കൾ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക. മക്കൾ സെറ്റാക്കൂലേ? അസ്ലം സാറും അവന്യ മിസ്സും റിജു സാറും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ എടുത്ത് പറഞ്ഞു തന്നു. ഇനി മക്കളെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്തായാലും സെറ്റാക്കുക, ലൈവിൽ വെച്ച് കാണാം. സെറ്റാക്കുക കേട്ടോ. പിന്നെ മറക്കണ്ട, 8ാം ക്ലാസ്സിലും നിങ്ങൾ കൂടെ ഉണ്ടാവും, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ സെറ്റാക്കിയാൽ മതി. ഓക്കെ, ഞങ്ങൾ സെറ്റാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റാക്കി തരും. 8ാം ക്ലാസ് നമുക്ക് സെറ്റാക്കടാ. ഓക്കേടാ, സി യു നെക്സ്റ്റ് ക്ലാസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സി യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ബൈ.